ബഹുമാനമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വാനുഗ്രഹങ്ങളുടെയും ദാതാവും സദാസമയം നമ്മെ നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നമുക്കേവർക്കും അവനിഷ്ടപ്പെട്ട വഴിയിൽ മുന്നോട്ടു പോകാൻ, അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം പിടിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, നമ്മുടെ കൂടെയുള്ള പലരും രോഗത്തിന്റെ പിടിയിലാണ്. പലരും നമ്മുടെ കേരളത്തിനകത്തും പുറത്തും ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഷിഫാഉൻ ആജിൽ, പൂർണ്ണ ആരോഗ്യവും ആഫിയത്തും അമലു സ്വാലിഹുള്ള ദീർഘായുസ്സും പ്രദാനം ചെയ്യുമാറാവട്ടെ. സുഹൃത്തുക്കളെ, ശരീരത്തെക്കാളും വലുതാണ് നമ്മുടെ മനസ്സ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ലോക മാനസികാരോഗ്യ ദിനമായിട്ടാണ് കലണ്ടറിൽ മാർക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മനസ്സ് തളർന്നാൽ ഒരാളുടെ ആരോഗ്യം, അയാളുടെ ശരീരം എത്ര ബലവത്താണെങ്കിലും ശരി, അയാൾ തളർന്നു പോകും. അയാളുടെ കഴിവുകൾ ക്ഷയിച്ചു പോകും. അയാൾക്ക് ചെയ്യാനുള്ള ദൌത്യങ്ങൾ വിസ്മരിച്ചു പോകും. ജീവിതത്തിൽ ഒന്നും നിർവഹിക്കാൻ കഴിയാത്ത ഒരു അരക്ഷിതാവസ്ഥ, ഒരു നിശ്ചലാവസ്ഥ അയാൾ അനുഭവിക്കുന്ന സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ മനസ്സിന്റെ ആരോഗ്യത്തെ നിലനിർത്താനും അതിനെ വളർത്തുവാനും വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും ഇസ്ലാം നമുക്ക് നൽകുകയുണ്ടായിട്ടുണ്ട്. മനസ്സിനെ തളർത്തുന്ന ചിന്തകളെയും മനസ്സിനെ തളർത്തുന്ന പ്രവർത്തനങ്ങളെയും പ്രവണതകളെയും ദുശ്ശീലങ്ങളെയുമെല്ലാം ഇസ്ലാം വളരെ ഗൌരവമായ പാപമായിട്ട് കാണുകയും ഒരാളെപ്പോലും സ്വമേധയാൽ ഒരാൾ തന്റെ മനസ്സിനെ വ്രണപ്പെടുത്തുന്ന ചിന്തകളും പ്രവർത്തനങ്ങളിലും മുഴുകരുതെന്ന് മാത്രമല്ല, നമ്മളാൽ മറ്റൊരാൾക്കും തന്നെ യാതൊരു മാനസിക ശാരീരിക സമ്മർദ്ദവും ഉണ്ടാകാൻ പാടില്ല എന്ന നിലക്ക് മറ്റൊരാളിൽ ചെലുത്തുന്ന ദുസ്വാധീനങ്ങളും മോശപ്പെട്ട പെരുമാറ്റങ്ങളും രീതികളും ഒക്കെ ഇസ്ലാം നമുക്ക് വിലക്കുകയുണ്ടായി. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഗണതത്വ സങ്കല്പം എന്നത് ഇസ്ലാം വളരെ ഗൌരവത്തോടുകൂടെ കാണുന്നതാണ്. രണ്ടുപേർ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടാവുമെന്നതും സ്വാഭാവികമാണ്. എങ്കിൽ പോലും ആ ഇഷ്ടാനിഷ്ടങ്ങൾ തീർക്കേണ്ടത് ആളുകളുടെ മധ്യത്തിലല്ല, ബെഡ്റൂമിനകത്താണ് എന്നും തന്റെ ഇണയെ ആളുകൾക്കിടയിൽ വെച്ച് ശകാരിക്കരുത് എന്നും ഇസ്ലാം കൽപ്പിക്കുന്നതിലൂടെ ഒരാളുടെ മനസ്സിന് കൊടുക്കുന്ന ഒരു സംരക്ഷണമാണ് യഥാർത്ഥത്തിൽ അത്. മറ്റൊരാളുടെ മുന്നിൽ വെച്ച് വേറെ ഒരുത്തിനെ പരിഹസിക്കുമ്പോൾ അയാൾക്കുണ്ടാകുന്ന വിഷമം എത്രത്തോളമാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ പരിഹസിക്കരുത് എന്ന് പറയുകയുണ്ടായി, കൊച്ചാക്കരുത് എന്ന് പറയുകയുണ്ടായി. വല യഗ്തബ് ബഅ്ദുകും ബഅ്ദ, നിങ്ങൾ പരസ്പരം ഗീബത്തും നമീമത്തും പറഞ്ഞ് നടക്കരുതെന്നും ഇസ്ലാം നമ്മോട് കൽപ്പിക്കുകയുണ്ടായി. അപ്പോൾ മനസ്സിന്റെ ആരോഗ്യം വളരെ പ്രധാനമാണ്. അത് നിലനിർത്താൻ വേണ്ട കാര്യങ്ങളും ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഏറ്റവും നല്ല ഒരു സേഫ് ജേണി എന്ന് പറയാൻ സാധിക്കുന്നത് ആർക്കാണ്? നമ്മൾ വിചാരിക്കുന്നത് ഭൗതികമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും കുമിഞ്ഞുകൂടിയാൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകുമെന്നതാണ്. ഒരിക്കലുമല്ല. ഒരു മുഅ്മിനാണ് ഏറ്റവും ഹാപ്പിയസ്റ്റ് ലൈഫ് നയിക്കുന്ന ഒരു വ്യക്തി. ഇബ്രാഹിം അദ്ദേഹം പറഞ്ഞ വാക്ക് വളരെ ശ്രദ്ധേയമാണ്. ലൗ അലിമൽ മുലൂക് വ അബ്നാഉൽ മുലൂക് മാ നഹ്നു ഫീഹി മിനൻ നഈമി വസ്സുറൂർ. സാധുക്കളും പട്ടിണി പാവങ്ങളുമായ വിശ്വാസികളായ നാം അനുഭവിക്കുന്ന സന്തോഷം, രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി അയാൾ എത്ര നല്ല ഫെസിലിറ്റീസിലാണ് കഴിച്ചുകൂട്ടുന്നത്. അയാൾ അറിഞ്ഞിരുന്നെങ്കിൽ ഈ ചെറ്റക്കുടിലിൽ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, പശിയടക്കാൻ ഭക്ഷണമില്ലാതെ, മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന വീട്, അല്ലെ, ജന്തുക്കളെ ഭയക്കേണ്ട വീട്, ഇതിൽ താമസിക്കുന്ന ഒരു ഫക്കീറായ ഒരു മിസ്കീനായ ഒരു മുഅ്മിൻ അനുഭവിക്കുന്ന സൗകര്യം, ഒരു സന്തോഷം രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി അറിഞ്ഞാൽ അയാൾ അടുത്ത യുദ്ധം ഈ സന്തോഷം തിരിച്ചുപിടിക്കാൻ വേണ്ടി വിശ്വാസികൾക്കെതിരെ അയാൾ നടത്തുമെന്നാണ് ഇബ്രാഹിമിന് അദ്ദേഹം റഹിമഹുല്ലാ നമ്മെ ഓർമ്മപ്പെടുത്തിയത്. ഒരു വിശ്വാസിക്ക് എന്തെല്ലാം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും ഫകാന ഖൈറല്ല, അവനത് ഖൈറായി മാറുകയും അവൻ മാനസിക സംതൃപ്തിയിൽ, സമാധാനത്തിൽ,
മുന്നോട്ടു പോവുകയും ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണത് സഹോദരന്മാർ? ഏറ്റവും പ്രധാനം, ഒരു വിശ്വാസി അവന്റെ മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തുന്ന കാര്യം ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും എന്നുള്ളതാണ്. അത് ആർക്കും ഉണ്ടാകും. ആണിനുണ്ടാകും, പെണ്ണിനുണ്ടാകും, കുട്ടിക്കുണ്ടാകും, മുതിർന്നവർക്കുണ്ടാകും, വിദ്യാസമ്പന്നർക്കുണ്ടാകും, സമ്പന്നർക്കുണ്ടാകും, എല്ലാവർക്കും ഉണ്ടാകും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനിച്ച 3 ആൺമക്കളും മരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം. ഇബ്രാഹിം എന്ന കുട്ടിയും 17ാമത്തെ 18ാമത്തെ മാസത്തിൽ മരിക്കുമ്പോൾ ആ കുഞ്ഞിനെ മടിയിൽ കിടത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണ് നിറച്ചിട്ടുണ്ട്. പക്ഷേ ആ പ്രവാചകന്റെ കണ്ണുകൾ നിറയുമ്പോഴും അവിടുന്ന് പതറിയിട്ടില്ല. അവിടുത്തെ നാവുകളിൽ നിന്ന് മോശപ്പെട്ട വാക്കുകൾ വന്നിട്ടില്ല. പക്ഷെ പ്രവാചകന്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്, ഹൃദയം വേദനിച്ചിട്ടുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങളും ഇതുപോലത്തെ കാര്യങ്ങളുമൊക്കെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. അത് ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിനെ പാകപ്പെടുത്തുമ്പോൾ വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് ഫബശ്ശിരിസ് സാബിരീൻ. നിങ്ങൾക്ക് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ ഞാൻ ഇട്ടുതരും. എത്രത്തോളമെന്ന് വെച്ചാൽ അനുഗ്രഹങ്ങൾ ഒരുമിച്ച് ഒഴുക്കി തന്നിട്ട് പരീക്ഷിക്കും, അനുഗ്രഹങ്ങൾ പിന്നോട്ടെടുത്തിട്ട് തിരിച്ചെടുത്തിട്ട് പരീക്ഷിക്കും, രോഗങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടനഷ്ടങ്ങളും തകർച്ചകളും തന്നിട്ട് പരീക്ഷിക്കും. അപ്പോൾ ഈ പരീക്ഷിക്കുമെന്ന് അള്ളാഹു പറയുന്നത് എന്തിനാണ്? നാം അത് ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്. ജീവിതമെന്ന് പറഞ്ഞാൽ എപ്പോഴും സന്തോഷകരമായ ഒരവസ്ഥയായിരിക്കില്ല എന്നും ജീവിതത്തിൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ തര്യപ്പെടുത്തുന്നതിലൂടെ നമുക്ക് നമ്മുടെ മനസ്സിനെ അതിലൂടെ ചിട്ടപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാരുടെയും അതുപോലെ തന്നെ സച്ചരിതരായിട്ടുള്ള സലഫു സ്വാലിഹീങ്ങളുടെയും ഒക്കെ ചരിത്രങ്ങൾ, മറിയമിന്റെ ചരിത്രം, പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ചരിത്രം, ഇബ്രാഹിം നബിയുടെ ചരിത്രം, അതുപോലെ യാക്കൂബ് നബിയുടെ ചരിത്രം, ഇവരുടെ എല്ലാവരുടെയും ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെയെല്ലാം അവരെ ബാധിച്ച ദുഃഖങ്ങളും വിഷമങ്ങളുമൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ ദുഃഖങ്ങളും വിഷമങ്ങളുമൊക്കെ വരുമ്പോൾ അവരാരും പതറിപ്പോയില്ല എന്നത് ഏറെ ശ്രദ്ധേയകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് മനസ്സിനെ നാം പാകപ്പെടുത്തേണ്ട കാര്യം എപ്പോഴും ഈ ഒരു കംഫർട്ട് സോണിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. അത് തെര്യപ്പെടുത്തിയാൽ തന്നെ നമ്മുടെ മനസ്സ് അതിൻ്റെതായിട്ടൊരു ആരോഗ്യം വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഏത് സിറ്റുവേഷൻ വന്നാലും നമുക്കതിനെ തരണം ചെയ്യാനുള്ള കഴിവുണ്ടാകും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം സുഹൃത്തുക്കളെ, ശരിയായ വിശ്വാസം ഉണ്ടാവുക. മാ അസാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. ഒരു മുസീബത്തും നിങ്ങളെ ബാധിക്കുന്നില്ല പടച്ചോന്റെ ഇതിനു കൊണ്ടല്ലാതെ. അതല്ലേ പ്രയാസം ബാധിക്കുമ്പോൾ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനയിൽ മനസ്സിനെ സന്തോഷത്തോടുകൂടെ പിടിച്ചു നിർത്താനുള്ള 4 സൊല്യൂഷനാണ് ആ പ്രാർത്ഥനയിൽ പറയുന്നത്. അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക. അല്ലാഹു, ഞാൻ നിന്റെ അടിമയാണ്, നിന്റെ അടിമയായ ഒരാണിന്റെ മകനാണ്, നിന്റെ അടിമയായ ഒരു പെണ്ണിന്റെ മകനാണ്. ഈ ദുനിയാവിൽ ജീവിക്കുന്ന ഞാൻ പടച്ചോന്റെ ഒരു അടിമയാണ്. എന്റെ നിയന്ത്രണാധികാരം, എന്റെ ഉടമസ്ഥാവകാശം എല്ലാം എന്റെ റബ്ബിന്റെ അടുക്കലാണ് എന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് കിട്ടുന്നൊരു സമാധാനമുണ്ട്. എനിക്കെന്ത് പ്രയാസം ഉണ്ടായാലും എന്നെ സംരക്ഷിക്കാൻ, എനിക്ക് കാവലേകാൻ, എന്നെ നയിക്കാൻ, എന്നെ തുണയ്ക്കാൻ, എനിക്ക് വേണ്ട സഹായ സൗകര്യങ്ങൾ ചെയ്തു തരാൻ എന്റെ ഒരു ഉടമസ്ഥനുണ്ട് എനിക്ക്. ആ ഒരു ബോധമുണ്ടാണെങ്കിൽ നമ്മൾ അള്ളാന്റെ അടിമയാണെന്നുള്ള ബോധം വേണം. നമ്മളെന്താ ചെയ്യാ? നമ്മുടെ കയ്യിൽ കാശില്ലല്ലോ, നമ്മളെ സഹായിക്കാൻ ആളില്ലല്ലോ, നമുക്ക് വേണ്ട പൊളിറ്റിക്കൽ ഹോൾഡ് ഇല്ലാതെ പോയല്ലോ, അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ ആയത്. അല്ല സുഹൃത്തുക്കളെ, ഏത് മനുഷ്യനും ചെയ്യാൻ കഴിയുന്നതിന്റെ എത്രയോ 10 മടങ്ങ് നമ്മെ സംരക്ഷിക്കാനും ചെയ്യാനും കഴിയുന്ന ഒരു ഉടമസ്ഥന്റെ അടിമയാണ് നമ്മൾ. പിന്നെ എന്തിനു നാം തളർന്നു പോകണം? പടച്ചറബിലേക്ക് കൈകൾ ഉയർത്തി അല്ലാഹുമ്മ ഇന്നി അബ്ദുക, പടച്ചോനെ ഞാൻ നിന്റെ അടിമയാണ്. നിന്റെ അടിമയ്ക്ക് വിഷമത്തിലാപ്പുള്ളത്, നിന്റെ അടിമക്ക് സാമ്പത്തിക ക്രൈസിസ് ഉണ്ട്, നിന്റെ അടിമക്ക് എക്സാം വന്നിരിക്കുകയാണ്, നിന്റെ അടിമക്ക് ശാരീരികമായ രോഗം വന്നിരിക്കുകയാണ്. ഞാൻ നിന്റെ അടിമയാണ് പടച്ചോനെ. നാസിയതി ബിയദിക മാദിൻ ഫീ ഹുക്മുക. അല്ലാഹുവേ, എന്റെ കുടുംബം നിന്റെ കയ്യിലാണ്, നിന്റെ വിധിയാണ് എന്നിൽ നടപ്പിലാകുന്നത്. അതുകൊണ്ട് പടച്ചോനെ ഞാൻ നിന്നിലേക്ക് എന്റെ കൈകൾ ഉയർത്തണം. എന്റെ എല്ലാ കാര്യവും പടച്ചോനെ നീയാണ് കൈകാര്യം ചെയ്യുന്നത്. ഞാൻ നിന്റെ അടിമയാണ്. ആ അടിമയുടെ എല്ലാ കാര്യവും പടച്ചോനെ നീയാണ് കൈകാര്യം ചെയ്യുന്നത്. ഞാൻ ചെയ്യേണ്ട ചില അസ്ബാബുകൾ മാത്രം സമീപിക്കുക മാത്രം ചെയ്യുന്നത്. ബാക്കി അള്ളാന്റെ അടുത്താണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യാനേ പറ്റുള്ളൂ. ബാക്കി അള്ളാഹുവിനെ ഏൽപ്പിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ജൽബുൽ മനാഫിഅന് വേണ്ടി, ദഫ്ഉൽ മദാറിന് വേണ്ടി, നമുക്ക് അനുഗ്രഹങ്ങൾ, നമുക്ക് ഉപകാരങ്ങൾ ലഭിക്കാൻ വേണ്ടി, നമുക്ക് ഉപദ്രവങ്ങൾ തടയപ്പെടാൻ വേണ്ടി അള്ളാഹുവിനെ പൂർണ്ണമായിട്ടും ആശ്രയിക്കലാണ് തവക്കുൽ. അത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തതിനു ശേഷം പടച്ചോനെ ഏൽപ്പിക്കാം.
പടച്ചോനെ എന്റെ കുടുംബം നിന്റെ കയ്യിലാണ്, എന്റെ നിയന്ത്രണം നിന്റെ കയ്യിലാണ്, നിന്റെ വിധിക്കനുസരിച്ചാണ് എല്ലാം പോകുന്നത്. അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക്, നിന്റെ എല്ലാ നാമങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് ഞാനിതാ ചോദിക്കുന്നു. അള്ളാഹുവിന്റെ നാമങ്ങൾക്ക് ബറക്കത്തുണ്ട്. ഫദ്ഉഹു ബിഹാ, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് റസൂലുള്ള പറഞ്ഞ ആ വാക്ക് ഈ പ്രാർത്ഥന എടുത്തു കൊടുത്തിരിക്കുകയാണ്. അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക് സമ്മൈത ബിഹി നഫ്സക അവ ഇസ്തഅസർത ബിഹി ഇൽമുൽ ഗൈബി ഇൻദക്, നീ ഞങ്ങൾക്ക് അറിയിച്ചു തന്നതായിട്ടുള്ള പ്രാർത്ഥനകൾ. സമ്മൈത ബിഹി നഫ്സക, നീ നിനക്ക് സ്വന്തമായി പേര് വെച്ചിട്ടുള്ള ആ നാമങ്ങൾ. ഔ അൻസൽതഹു ഫീ കിതാബിക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക, അല്ലെങ്കിൽ നിന്റെ കിതാബിലൂടെ ഞങ്ങൾക്ക് പഠിപ്പിച്ച പ്രവാചകനിലൂടെ പഠിപ്പിച്ചു തന്ന, അല്ലെങ്കിൽ ഇൽമുൽ ഗൈബിൽ നീ മറച്ചു വെച്ചിട്ടുള്ള നിന്റെ എന്തെല്ലാം നാമങ്ങളുണ്ടോ ആ നാമങ്ങളെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. അപ്പൊ പടച്ചോന്റെ നാമങ്ങൾ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കലും ആ നാമങ്ങളിൽ വിശ്വസിക്കലുമാണ് നമുക്കുള്ള ആശ്രയം. അല്ലാഹ് അൽ മുഅതി, അൽ മന്നാൻ, അൽ വഹാബ്, അർ റഹ്മാൻ, അർ റഹീം, അൽ കരീം, അൽ ഹലീം, അൽ ശകൂർ, അർ റബ്ബ്, അൽ ഇലാഹ്, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ നമുക്ക് ആശ്രയം നൽകുന്ന നാമങ്ങളാണ്, നമുക്ക് പ്രതീക്ഷ നൽകുന്ന നാമങ്ങളാണ്. അൽ വലി, അൽ മൗല, അൻ നസീർ, ഇതൊക്കെ പടച്ചറബിന്റെ ഈ നാമങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു നിർഭയത്വവും നമുക്ക് കിട്ടുന്നൊരു മനസ്സമാധാനവും വേറെ തന്നെയാണ്. മനസ്സിലായില്ലേ? ഈ പ്രാർത്ഥനയിൽ നാലാമത്തെ ഒരു സൊല്യൂഷൻ പറഞ്ഞത് അൻത ജഅലൽ ഖുർആന റബീഅ ഖൽബി വനൂറ സദ്രി വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി, എന്റെ എല്ലാ ദുഃഖങ്ങളും പോക്കിക്കളയുന്ന, എന്റെ വിഷമങ്ങൾ നീക്കുന്ന, എന്റെ ഹൃദയത്തിൽ പ്രകാശം ജനിപ്പിക്കുന്ന, എന്റെ മാനസികാരോഗ്യത്തെ നിലനിർത്തുന്നതാക്കി ഈ ഖുർആനിനെ നീ മാറ്റണേ എന്നാണ് പ്രാർത്ഥനയിലുള്ളത്. അപ്പോൾ മനസ്സമാധാനത്തിന് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിന്റെ ആരോഗ്യത്തിന് നാം നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തേണ്ടത് ഞാൻ പടച്ചോന്റെ അടിമയാണ്, എന്റെ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്ന പടച്ച റബ്ബാണ്. എന്റെ റബ്ബ് എന്റെ ഖാലിഖും മാലിക്കും മുദബ്ബിറുമായവൻ അല്ലാഹുവാണ്. എന്നെ സൃഷ്ടിച്ചവൻ, എന്റെ ഉടമസ്ഥൻ, എന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല, അവന്റെ പക്കൽ നിന്നാണ് എല്ലാം. വമൻ യുഅ്മിൻ ബില്ലാഹ് യഹ്ദി ഖൽബഹു, ആരെങ്കിലും പടച്ചോനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ റോങ് ആയിട്ട് ചിന്തിക്കൂല. എന്തെങ്കിലും വിഷമം ഉണ്ടായി കഴിഞ്ഞാൽ എന്നാ കുറച്ച് വെള്ളടിക്കുക, അല്ലെങ്കിൽ വേണ്ടാത്തരങ്ങൾ ചെയ്യുക, ആരെങ്കിലും കൊല്ല, എന്തെങ്കിലും കവർച്ച നടത്താം, ഇങ്ങനെ നെഗറ്റീവ് തോട്ട്സ് അവന്റെ മനസ്സിൽ നിന്നുണ്ടാവില്ല. മുഅ്മിനായവന്റെ ഉള്ളിൽ നിന്ന് യഹ്ദി ഖൽബഹു, അവന്റെ ഹൃദയം അവനെ ശരിയായൊരു പാത്തിലേക്ക്, ശരിയായൊരു വഴിയിലേക്ക് ഗൈഡൻസ് നൽകും എന്നതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. കാരണം അല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, അല്ലാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് എന്നുള്ളതാണ്. അപ്പോൾ വിധിവിശ്വാസമാണ് യഥാർത്ഥത്തിൽ നമുക്കുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. അള്ളാഹിലുള്ള ആ വിശ്വാസം അത് രൂഢമൂലമായി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് എപ്പോഴും സമാധാനമടയും. ആ ഒരു വിശ്വാസം നമുക്കുണ്ടാവുമ്പോൾ നഷ്ടങ്ങൾ വരുമ്പോൾ ഖദറുല്ലാഹു മാശാ ഫഅല, എല്ലാം എന്റെ റബ്ബിന്റെ വിധിയാണ്, അവൻ അതിലൂടെ ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടാകും, ആ ഒരു പ്രതീക്ഷയായിരിക്കും. റിസ്കിന് എന്തെങ്കിലും കുടുസത ബാധിക്കുമ്പോൾ അല്ലാഹു റസ്സാഖാണ്, ദുൽ ഖുവ്വത്തിൽ മതീൻ, അവൻ അങ്ങേയറ്റം റിസ്ക് നൽകുന്നവനാണ്. ഹൃദയത്തിനുള്ള റിസ്ക് ഈമാനായിട്ട്, അമൽ സാലിഹാത്തായിട്ട്, ഖുർആനായിട്ട്, ദിക്റായിട്ട് നൽകുന്നവൻ അവനാണ്. ശരീരത്തിനുള്ള റിസ്ക് നൽകുന്ന അവനാണ്. കുടുംബത്തിനുള്ള റിസ്ക് നമ്മൾ ആരും ഓവറായിട്ട് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഈ കുട്ടികളൊക്കെ പാടെ ഞാൻ എങ്ങനെ പോറ്റും, അങ്ങനെ ഇടങ്ങാറാവൊന്നും വേണ്ട. പടച്ചോൻ എല്ലാവരും റിസ്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ അതിന്റെ അസ്ബാബുകളായി നമ്മൾ പണിയെടുക്കേണ്ട, നമ്മൾ അധ്വാനിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടാൽ മതി. ബാക്കി പടച്ച റബ്ബ്, ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക, നിന്നോട് നിന്റെ കുടുംബത്തിന്റെയും നിന്റെയും റിസ്ക് ഞാൻ ചോദിച്ചിട്ടില്ല. നിന്റെയും നിന്റെ കുടുംബത്തിന്റെ റിസ്ക് ഞാൻ ഏറ്റെടുത്ത ദൗത്യമാണ്. പടച്ചോൻ ഏറ്റെടുത്ത കാര്യമാണ് നമ്മുടെ റിസ്ക്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലും ഫീ കിതാബിൻ മുബീൻ. എല്ലാ ദാബത്തിന്റെയും അല്ലെ, ഏതെങ്കിലും പശു തന്റെ കുട്ടിയെ പോറ്റാൻ ഞാൻ എന്ത് ചെയ്യും പടച്ചോനെ എന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും പക്ഷികൾ? ഇപ്പൊ നമ്മൾ പറയാം അവർക്ക് വിശേഷ ബുദ്ധി ഇല്ലാത്തതുകൊണ്ടല്ലേ. വിശേഷ ബുദ്ധി ഉള്ളവൻ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം നമുക്ക് വിശേഷ ബുദ്ധിയില്ലേ, അതുപയോഗിച്ച് ചിന്തിച്ചുകൂടെ? നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചും നമ്മുടെ പടച്ച റബ്ബിനെക്കുറിച്ചും അവനിലുള്ള കഴിവിനെക്കുറിച്ചും അവൻ നൽകുന്ന റിസ്ഖിനെക്കുറിച്ചുമൊക്കെ ചിന്തിച്ചുകൊണ്ട് ആശ്വസിക്കുകയല്ലേ വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്യേണ്ടത്. പക്ഷെ ബുദ്ധിയില്ലാത്തവർ ചെയ്യുന്നത് പോലെ അവർ പോലും ചെയ്യാൻ പാടില്ലാത്ത, അവർ പോലും ചെയ്യാത്തതിനേക്കാൾ മോശമായ ചിന്തകളിലേക്ക് വിശേഷ ബുദ്ധിയുള്ളവനാണ് ഞാനെന്ന് പറയുന്ന മനുഷ്യനെങ്ങനെ പോകാൻ പാടുണ്ടോ? അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത് എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എല്ലാറ്റിനും കഴിയും.
ആ പടച്ചറബിലുള്ള വിശ്വാസം രൂഢമൂലമാക്കി കഴിഞ്ഞാൽ എന്തു പ്രയാസം ഉണ്ടായാലും സാദത്തുഹും ഈമാന, ഈമാൻ കൂടുള്ളൂ ചെയ്യുക, കുറയല്ല ചെയ്യുക. മനസ്സ് പതറല്ല ചെയ്യുക, മനസ്സ് ശക്തിപ്പെടുക ചെയ്യുക. അതുകൊണ്ട് ആ ഈമാനിനെ നമ്മൾ രൂഢമൂലമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചുകൾ ഉണ്ടാവുന്ന ഒരു ലോകമാണ് നമ്മൾ മനസ്സിനെ പഠിപ്പിക്കുക. രണ്ട്, നമ്മുടെ ഈമാൻ ഉറപ്പിക്കുക. മൂന്നാമത്തെ കാര്യം, ഹൃദയത്തെ തെറ്റായ രീതിയിലേക്ക് പോകാതിരിക്കാനുള്ള ശ്രദ്ധ നമ്മൾ ഉണ്ടാവുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഈമാൻ തെറ്റായ രീതിയിലേക്ക് പോകരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് ചോദിച്ച, നബിയെ, ഞങ്ങൾ ഷർറിലായിരുന്നു, ഫിത്നയിലായിരുന്നു, ഞങ്ങൾക്ക് ഈ ദീനാകുന്ന ഖൈറ് കിട്ടി, ഇനി ഞങ്ങൾ പിന്നെ തെറ്റിപ്പോകുമോ? നബി എന്താ പറഞ്ഞത്? തെറ്റിപ്പോകില്ല എന്നല്ല, തെറ്റിപ്പോകുന്നതാണ്. കാരണം ഖൽബ് എന്ന് പറഞ്ഞാൽ മാറി മറിയുന്നതാണ്. അതിന് ആ പേര് കിട്ടാൻ തന്നെ കാരണം അശദ്ദു ഇൻഖിലാബ് എന്നാണ്. അതിന്റെ ആ ഒരു മാറി മറിച്ചിലുകൊണ്ടാണ്. ചട്ടിയിൽ കിടന്നിട്ട് എണ്ണ തിളച്ചു മറിയുന്നത് പോലെ മനുഷ്യന്റെ ഹൃദയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. രാവിലെ കണ്ടപ്പോൾ ചിരിച്ചാൽ വൈകുന്നേരം കാണുമ്പോൾ സാഡായിരിക്കും, അല്ലെ? രാവിലെ സാഡായ ആൾ വൈകുന്നേരം കാണുമ്പോൾ അയാൾ ഹാപ്പി ആയിരിക്കും. ഇത് മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഒരു മാറ്റമാണ്. അതുകൊണ്ട് ഏത് നിമിഷം ഉണ്ടായാലും, ഏതവസ്ഥയുണ്ടായാലും മനസ്സ്, ഹൃദയം തെറ്റായ വഴിയിലേക്ക് പോകാതിരിക്കാൻ ശരിയായ ദിശയിൽ നമ്മൾ ഉറപ്പിക്കുക എന്നുള്ളതാണ്. മനസ്സിനെ സബ്ബിത് ഖൽബി അലാ ദീനിക, അല്ലാഹു എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണം. എന്തെല്ലാം ക്രൈസിസുകൾ വന്നാലും, എന്ത് സാഹചര്യങ്ങൾ വന്നാലും, പ്രതീക്ഷിക്കാത്ത രോഗം നമ്മിൽ ഡയഗ്നോസ് ചെയ്യപ്പെട്ടാലും, നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ സമ്പത്തിലോ നമ്മുടെ ഇണകളിലോ നമ്മുടെ ഏത് കാര്യത്തിലോ എന്ത് പ്രശ്നം ഉണ്ടായാലും ആ ഹൃദയത്തെ പിടിച്ചു നിൽക്കാനും. എങ്ങനെയാണ് ആളുകൾ, ഇപ്പൊ ഞാൻ പിന്നെ യാത്ര ചെയ്ത സമയത്ത് ഈ ഓവർ ബ്രിഡ്ജിന്റെ മുകളിൽ കയറി നിന്നിട്ട് ട്രെയിൻ സ്റ്റോപ്പ്, നമ്മുടെ സ്റ്റേഷനിൽ സ്റ്റോപ്പില്ലാത്ത ട്രെയിൻ പോകുന്നത് നോക്കാറുണ്ട്. എത്ര ഫാസ്റ്റായിട്ടാണ് ആ വാഹനം പോകുന്നത്. അത്രയും വെയിറ്റുള്ള, അത്രയും വേഗതയുള്ള ഒരു വാഹനത്തിന്റെ മുന്നിൽ ഒരു മനുഷ്യൻ ചാടുക എന്ന് പറഞ്ഞാൽ അയാളെ മനസ്സ് എത്രത്തോളം തകർന്നു പോയിട്ടുണ്ടാവും. അല്ലാതൊരു സ്വബോധമുള്ള മനുഷ്യന് അത് കഴിയൂല. കാരണം നമ്മൾ ചാടണ്ട, അതിന്റെ മുകളിൽ നിന്നാൽ തന്നെ നമുക്ക് പേടിയാവും. ആ കുലുക്കും ആ ശബ്ദവും ആ ചീറിപ്പാച്ചിലും കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. അതിന്റെ മുന്നിലേക്കാണ് ആൾക്കാർ എടുത്തു ചാടുന്നത്. എന്ത്? ഒരു നിമിഷം ഹൃദയം പതറുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് പതറാതെ ഹൃദയത്തെ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മനസ്സിലായില്ലേ? അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, ഹൃദയത്തിന്റെ ആരോഗ്യം ഉറപ്പിക്കാൻ ഹൃദയ പിന്നെ മലിനമാക്കുന്ന റീസൺസ് എന്താണോ, കാരണങ്ങൾ എന്താണോ, അതിൽ നിന്ന് മുക്തമാകണം. അത് ഏറ്റവും പ്രധാനം പാപങ്ങളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പാപങ്ങൾ നുക്തത്തുൻ സൗദാ, ഓരോ തെറ്റുകളും മനുഷ്യന്റെ മനസ്സിൽ കറുത്ത കറുത്ത പുള്ളികൾ വീഴ്ത്തുമെന്നാണ്. അത് ദുഃഖവും ഖേദവും ഒരു മനുഷ്യന് ഉണ്ടാക്കും, കുറ്റബോധമുണ്ടാക്കും, തന്നെക്കുറിച്ചുള്ള മതിപ്പ് ഇല്ലാതാക്കും, തന്നിലുള്ള വിശ്വാസം കുറക്കും. തനിക്കുള്ള വാല്യൂ നഷ്ടപ്പെട്ടു പോയാൽ പിന്നീട് അയാളെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിലേക്ക് ജീവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റുകളെ ഗൗരവത്തിൽ കാണാൻ പറഞ്ഞു, അല്ലെ? വിശ്വാസി തെറ്റുകളെ കാണുന്നത് എങ്ങനെയാണ്? അയാളുടെ മൂർധാവിൽ വീഴാനിരിക്കുന്ന ഒരു മല പോലെയാണ്. വീഴാനായ ഒരു പർവ്വതം അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ്, അതിന്റെ ഉള്ളിൽ എന്തുണ്ട് പറഞ്ഞാലും ആൾക്കാർ കയറൂലല്ലോ. അതിങ്ങനെ ആടുകയാണ് ഇപ്പൊ വെകുന്നുള്ള കോലത്തിൽ. എന്തുണ്ട് എന്ന് പറഞ്ഞാലും ആളുകൾ അതിലേക്ക് അകത്ത് കയറാൻ സാധ്യത വളരെ കുറവാണ്. കാരണം സേഫ്റ്റി അത് ഏറ്റവും പ്രധാനമാണ്. വീഴാനിരിക്കുന്ന ഒരു മലയുടെ താഴെ ഇരിക്കുന്നവനെ പോലെയാണ് ഒരു വിശ്വാസി ഉണ്ടാവുക എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. പാപത്തെ അങ്ങനെയാണ് ഒരു വിശ്വാസി കാണേണ്ടത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയും. അതായത് നമ്മുടെ മനസ്സിന്റെ ഒരു വെളിച്ചം, ഒരു തെളിച്ചം, അത് ഈമാന്റെ തെളിച്ചവും വെളിച്ചാണ്. അത് നമ്മളെ മുഖത്ത് റിഫ്ലക്ട് ചെയ്യും. അതാ ഇന്നലിൽ ഹസനത ദിയാഅൻ ഫിൽ വജ്ഹി വനൂറൻ ഫിസ് സദ്രി വസഅതൻ ഫി റിസ്ഖി വമഹബ്ബതൻ ഫി ഖുലൂബിൽ ഖൽഖി എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതായത് നന്മ ചെയ്യുമ്പോൾ ഹൃദയത്തിനൊരു വെളിച്ചമുണ്ടാവും, മുഖത്തിനൊരു പ്രസന്നതയുണ്ടാവും, റിസ്ഖിൽ ഒരു അഭിവൃദ്ധിയും ഒരു സംതൃപ്തി ഉണ്ടാവും. ആളുകൾക്ക് ഇടയിൽ നമുക്കൊരു വാല്യൂ ഉണ്ടാവും നമ്മൾ നന്മ ചെയ്യുമ്പോൾ. അത് ഹൃദയത്തിനകത്തുള്ള വെളിച്ചം നമ്മുടെ മൊത്തം ഏരിയകളിലേക്ക് റിഫ്ലക്ട് ചെയ്യുകയാണ്, അത് പ്രസരിക്കുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. മനസ്സിലായി? പാപങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ വെളിച്ചം, ആ ഈമാനിന്റെ വെളിച്ചം അത് നശിച്ചു പോകും. അതുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പാപങ്ങളെ ഗൗരവത്തോടുകൂടെ കാണാൻ പറയുകയുണ്ടായി. നമ്മുടെ ഹൃദയത്തെ അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന്, ഹറാമുകളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന് മുക്തമാക്കിയാൽ ഹൃദയാരോഗ്യം വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യം സുഹൃത്തുക്കളെ, ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങളിൽ നിന്ന് നമ്മൾ മുക്തമാവുക എന്നുള്ളതാണ്. അസൂയയും പകയും വിദ്വേഷവും കണ്ടുകൂടായ്മയും താൻപോരിമയും അതുപോലെ തന്നെ ഇനിയും ഉണ്ടാക്കണമെന്ന ആർത്തിയും മതിയാകാത്ത ഹൃദയവും ഇതൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അസ്വസ്ഥരായിരിക്കും. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നേരം വെളുത്ത് എണീക്കുമ്പോ പടച്ചോൻ നമ്മളോട് പറയാൻ പറഞ്ഞെന്താ? അൽഹംദുലില്ലാഹ്. പോസിറ്റീവ് മൈൻഡിലാ എണീക്കാൻ പറഞ്ഞത്.
മനസ്സിലായില്ലേ? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അല്ലേ? പോസിറ്റീവ് മൈൻഡിലാണ് എണീക്കാൻ പറഞ്ഞത്. ആ നിരാശയോടുകൂടെയല്ല നേരം വെളുത്ത് എണീക്കേണ്ടത്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ നിഅമത്തിനെ സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ നേരം വെളുക്കുന്നത്. ഒരു തുള്ളി വെള്ളം കുടിച്ചാൽ അൽഹംദുലില്ലാ പറയുന്നവനെ പടച്ചോന് ഭയങ്കര ഇഷ്ടമാണ്. ഒരു തുള്ളി ഭക്ഷണം കിട്ടിയാൽ അൽഹംദുലില്ലാ പറയുന്നവനെ പടച്ചോന് ഭയങ്കര ഇഷ്ടമാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മൾ ഇല്ലായ്മയും വല്ലായ്മയും പറയുന്നവരാകരുത്. ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമുക്കെന്താണോ പടച്ച റബ്ബ് വീതം വെച്ച് നൽകിയത് അതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുക എന്നുള്ള ഒരു മനസ്സ് നമ്മുടെ മനസ്സിനെ സമാധാനിപ്പിക്കാനുള്ള 6ാമത്തെ റീസണാണ്. ഇല്ലായ്മ വല്ലായ്മ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആർത്തിയുടെ മനസ്സുണ്ടാവുക എന്നത് ഭയങ്കര പ്രശ്നമാണ്. അത് റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നമൽ ഗിന ഗിനൽ ഖൽബ് ഇന്നൽ ഫഖർ ഫഖറുൽ ഖൽബ്. യഥാർത്ഥ ധന്യത എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ധന്യതയാണ്. യഥാർത്ഥ ഫഖർ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ദാരിദ്ര്യം. അവന് കിട്ടണൊക്കെ ഉണ്ടാവും, പക്ഷെ കിട്ടണില്ല തികയണില്ല അതൊന്നും പോരാന്നുള്ള മനസ്സുള്ളവന് എത്ര കിട്ടിയാലും അവൻ ഫക്കീറായി. എന്നാൽ കുറച്ച് കിട്ടുന്നതിന് നല്ല നന്ദിയും അതുകൊണ്ട് തന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ, അൽഹംദുലില്ലാ എന്ന ഒരു നല്ലൊരു നന്ദിയുടെ വാക്കാണ് പറയണമെങ്കിൽ ഓന് കുറച്ച് കിട്ടിയാലും മതി, ഓന് നല്ല സമാധാനം. അതുകൊണ്ട് ഇത്തരം നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ നമ്മൾ മുക്തമാക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഏറ്റവും നല്ല ആരോഗ്യമുള്ള ഹൃദയത്തെ സമ്മാനിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ അവന്റെ മനസ്സിനെ ആരോഗ്യപൂരിതമാക്കാൻ സമാധാനപൂരിതമാക്കാനുള്ള ദൈവികമായിട്ടുള്ള വഹീന്റെ ചില നിർദ്ദേശങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 7ാമത്തെ റീസൺ എന്ന് പറയുന്നത് പ്രാർത്ഥന തന്നെയാണ്. നമ്മുടെ ഏത് ആവശ്യങ്ങളും നമ്മുടെ ഏത് അഭിലാഷങ്ങളും നമുക്ക് പടച്ച റബ്ബിനോട് പറയാം. നമ്മുടെ ഏത് പ്രയാസങ്ങളും നമ്മുടെ ഏത് ബുദ്ധിമുട്ടുകളും നമുക്ക് പടച്ച റബ്ബ് സുബ്ഹാനഹു തആലയോട് പറയാം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂസലമ മരണപ്പെട്ട വ്യഥയിൽ കഴിയുന്ന ഉമ്മുസലമയോട് പറഞ്ഞു, ഉമ്മുസലമ നീ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ അജ്റുനി ഫീ മുസീബതി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ. അല്ലാഹു എനിക്ക് ബാധിച്ച ഈ മുസീബത്തിൽ നീ എനിക്ക് പ്രതിഫലം നൽകണമേ. ആൾക്കാരെ വിചാരം എന്താ വെച്ചാൽ നമ്മളിപ്പോ നിസ്കരിച്ച് നോമ്പോറ്റ് നല്ലേക്ക് നടന്നിട്ടും ഞമ്മക്കെന്നെ ബുദ്ധിമുട്ടും കുഴപ്പമൊക്കെയാണല്ലോ, അതുകൊണ്ട് ഇനിയിപ്പോ ഇതൊന്നും വേണ്ട തൽക്കാലം, ഇങ്ങനെ കുറച്ച് പോയോക്കട്ടെ എന്താ സംഭവിക്കണോക്കാം, നല്ലേക്ക് നടന്നിട്ട് ഇപ്പൊ വലിയ കാര്യമൊന്നും കിട്ടാനില്ല. ഈ ആളുകൾ വിചാരിക്കണം എന്താ വെച്ചാല് ദുനിയാവിൽ കിട്ടാനുള്ള നേട്ടങ്ങളാണ്. അത്തരം ആളുകളെ കുറിച്ച് സൂറത്തു ഹജ്ജിന്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മുമ്പൊക്കെ ഖുതുബയിൽ പറഞ്ഞതാണ്, വമിനൻ നാസി മയ്യഅബ്ദുല്ലാഹ അലാ ഹർഫി. ദീനിനെ അതിന്റെ ഓരത്ത് നിന്ന് ആരാധിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരുടെ പ്രത്യേകത എന്താ നിങ്ങൾക്ക്? ഫഇൻ അസാബഹു ഖൈറുൻ ഇത്മഅന്ന ബിഹി. അവർക്ക് വല്ല ഖൈറും കിട്ടിയാൽ അവർ സമാധാനിക്കും. വഇൻ അസാബതുഹു ഫിത്നതുൻ ഇൻഖലബ അലാ വജ്ഹിഹി ഖസറ ദുനിയ വൽ ആഖിറ. അവർക്ക് മുസീബത്ത് ബാധിച്ചാലോ അവരവരുടെ മുഖത്തിൽ തിരിഞ്ഞു പോകും. ഈ ദീനിന്ന് തിരിഞ്ഞു പോകും. എന്ത് ദീനത്? എന്ത് നിസ്കരിച്ചിട്ട് കാര്യം, നോമ്പോട്ടെന്ത് കാര്യം? സ്വതക്ക കൊടുത്താൽ പിന്നെ ഇരട്ടി കിട്ടുന്നൊക്കെ ഖുതുബയിൽ പറഞ്ഞു. എന്നിട്ട് ഇല്ലാത്ത പൈസ എടുത്ത് സ്വതക്ക കൊടുത്തപ്പോ ഇരട്ടിയാൽ എല്ലാം പോയി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ആലോചി സുഹൃത്തുക്കളെ, നമ്മുടെ ഏത് മുസീബത്തിനും നമ്മൾ പ്രതിഫലം ചോദിക്കാണ് വേണ്ടത്. അത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നല്ല സമാധാനത്തിൽ ജീവിക്കുമ്പോൾ ഒരാളെ അള്ളാഹു രോഗം കൊണ്ടും പ്രയാസം കൊണ്ടും പിടികൂടിയിട്ടുണ്ടെങ്കിൽ ആ ആൾക്ക് അള്ളാഹു എന്തോ ഒരു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. അതിനെ നമ്മളെ ഈമാൻ പറയുന്ന സാധനം. എനിക്കെന്തോ ഒരു ഖൈർ, എന്താ ഇവർക്കൊന്നും ഇല്ലാത്തൊരു പ്രശ്നം എനിക്ക് മാത്രം, അതെ നിനക്ക് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങളുണ്ട്. ഇദാ അഹബ്ബ അല്ലാഹു ബിഖൗമിൻ ഇബ്തലാഹും. അല്ലാഹു ഒരു ജനതയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ അല്ലാഹു പരീക്ഷിക്കും. അവൻ സ്ട്രൈറ്റ് വേയിൽ കൂടെ തന്നെ പോകുന്നുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം 100% അവനെ ഉറപ്പിക്കാം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ ദറജ ഉയർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമക്ക് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന തുടക്കം, അല്ലാഹുമ്മ അജ്റുനി ഫീ മുസീബതി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ. അല്ലാഹു എന്നെ ബാധിച്ച മുസീബത്തിൽ എനിക്ക് നീ പ്രതിഫലം നൽകുകയും ഇതിനേക്കാൾ ഖൈറായത് നൽകുകയും ചെയ്യണം. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് അല്ലാഹു കൊടുത്തത് ആരെയാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാഇ, പരീക്ഷണങ്ങളുടെ കാഠിന്യത്തിൽ നിന്ന്, വതർക്കു ശഖാഇ, ദൗർഭാഗ്യങ്ങൾ വന്ന് ഭവിക്കുന്നതിൽ നിന്ന്, വസൂഉൽ ഖലാഇ, മോശപ്പെട്ട പര്യാവസാനത്തിൽ നിന്ന്, വശമാതത്തിൽ അദാ, ശത്രുക്കളുടെ ശത്രുത, ശത്രുക്കളുടെ ആ ഒരു ഉപദ്രവത്തിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന് എപ്പോഴും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ പ്രാർത്ഥന തന്നെയാണ് ജീവിതത്തിലുടനീളം നമ്മൾ നിർവഹിക്കേണ്ടത്. പ്രാർത്ഥന, ദുആ നടത്തണം.
അതുപോലെ തന്നെ നമസ്കാരങ്ങൾ നിർവഹിക്കണം. പ്രവാചകൻ ഇദാ ഹസബഹു ശൈഅൻ സല്ല, എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ നബി നിസ്കരിക്കും. വജുഇലത് ഖുർറത്തു ഐനി ഫി സ്വലാ, നമസ്കാരം എനിക്ക് കൺകുളിർമയുള്ളതാക്കിയിരിക്കുന്നു. മര്യാദയ്ക്ക് വുളു എടുത്ത് പ്രാർത്ഥന ചൊല്ലി പള്ളിയിലേക്ക് കയറി സഫുകൾ ചേർന്ന് നിന്ന് നെഞ്ചത്ത് കൈകെട്ടി വെച്ച് നിസ്കരിച്ച് നിസ്കാരത്തിൽ ചൊല്ലുന്ന പ്രാർത്ഥനയുടെയും ഓതുന്ന ആയത്തുകളുടെയും സൂറത്തുകളുടെയും ഒക്കെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നിസ്കരിക്കുന്ന ഒരാൾക്ക് എന്തെല്ലാം പ്രയാസങ്ങളുണ്ടെങ്കിലും ശരി, ആ നിസ്കാരം അയാൾക്ക് സമാധാനം കൊടുക്കും. നമുക്കെന്താ പ്രശ്നം? നമ്മൾ പുറത്ത് ചെരുപ്പ് മാത്രമേ ഊരിച്ചിട്ടുള്ളൂ, ബാക്കിയൊക്കെ ആ മാറാപ്പും കൊണ്ട് അങ്ങോട്ട് കയറിപ്പോരുന്നു അല്ലെ? നമ്മൾ നിസ്കാരത്തിനും ചിന്തിക്കാൻ ഇതിപ്പോഴാ കയ്യാവലെ, സമയം 1:05, ഇത് കഴിഞ്ഞിട്ട് വേണം അവിടെ എത്താനും മറ്റേ അല്ലേ? നമ്മൾ മരിച്ചാൽ ഇതൊക്കെ ആരൊക്കെ കൊണ്ടാകുക ഒന്ന് ആലോചിച്ച് നോക്കിയത്. ആകെ പ്രശ്നമല്ലേ? നമ്മളില്ലെങ്കിൽ ആകെ പ്രശ്നമല്ലേ ഇവിടെ അല്ലേ? നമ്മളെ കമ്പനി പ്രശ്നമാണ്, നമ്മളെ ഓഫീസ് പ്രശ്നമാണ്, നമ്മളെ ഇടപെടുന്നിടത്ത് പ്രശ്നമാണ്. നമ്മൾ മരിച്ച് എപ്പം എന്തൊക്കെയാവുക? നമ്മളെക്കാളും അടിപൊളി സ്റ്റാഫ് അവിടെ വരും. എന്തിനാ വെറുതെ നമ്മളെ ഇബാദത്തും നമ്മളെ ആരാധനയൊക്കെ ഒഴിവാക്കി വേറെ കാര്യങ്ങൾക്ക് ദുനിയാവിന് വേണ്ടി മരിക്കേണ്ട ആവശ്യം? ദീനാറിന്റെയും ദിർഹമിന്റെയും അടിമ നശിക്കട്ടെ. എന്തേ? അവൻ അള്ളാഹുവിന്റെ അടിമയായി ജീവിക്കാൻ, അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ ചെയ്യാൻ അവന് സമയമില്ല. അവൻ ദീനാറിന്റെയും ദിർഹമിന്റെയും പിന്നാലെ പായാണ്. അത് കിട്ടിയാൽ അവൻ ഹാപ്പിയാണ്, അത് നഷ്ടപ്പെട്ടാൽ അവൻ സാഡാണ്. ഒരു വിശ്വാസി അങ്ങനെയല്ല. വിശ്വാസിയുടെ ജീവിതത്തിൽ സംഘടന ആരാധനകൾ. ഇന്നത്തെ സുബൈന്റെ ജമാഅത്തിന് എത്ര ആള് പള്ളിയിൽ പോയിട്ടുണ്ട്? ഈ ഇരിക്കുന്ന പള്ളിയിൽ പോകാത്ത ജമാഅത്തിന് പങ്കെടുക്കാത്ത ആർക്കെങ്കിലും മനസ്സിൽ അതൊരു വേദനയായിട്ട് മാറുന്നില്ലെങ്കിൽ നിങ്ങൾ അറിയണം, അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വ ഖൽബി, ഒരു മനുഷ്യനും അവന്റെ ഹൃദയത്തിനും ഇടയ്ക്ക് അല്ലാഹ് മറയിടും. അത് നിങ്ങൾ സൂക്ഷിച്ചോളി എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ആ മറ വീണ് കഴിഞ്ഞാലേ ഒരു നഷ്ടബോധം ഉണ്ടാവില്ല ഒരുത്തിന്. മോനെ ദുനിയാവിലെ നഷ്ടബോധം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മള് നിസ്കാരം അതൊക്കെ നമ്മുടെ എല്ലാ ബാക്കി കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഫ്രഷ് മൈൻഡിൽ മനസ്സിലായി പടച്ചവനോട് സംസാരിക്കുകയാണെന്നുള്ള മൈൻഡിൽ എന്താ ഈ ചൊല്ലുന്നത് പ്രാർത്ഥിക്കുന്നതെന്നുള്ള അർത്ഥം എവിടുന്നപ്പോ ഇതൊക്കെ പഠിക്കാൻ നമുക്ക് എവിടുന്നപ്പോ എനിക്ക് കിട്ടുക? ഈ അലമാറിയിൽ പോയിണ്ടോ? ഈ അലമാറി നമ്മളെ ഫോണിലൊന്നും അടിച്ചാൽ കിട്ടും. അത് നമ്മൾ ഏത് കാലത്താണ് ജീവിക്കുന്നത്? വെറും ആവശ്യമില്ലാത്ത റീൽസും ഷോർട്സും കണ്ടിട്ട് സമയം തീർക്കാനുള്ളതാണോ ഈ ഫോൺ അറിയുന്നത്? ഫോൺ നമുക്ക് ഉപയോഗിക്കാനുള്ളതല്ല, ഫോണിന് നമ്മൾ ഉപയോഗിക്കാനുള്ളതല്ല. നമുക്ക് ആവശ്യമുള്ള സാധനം സെർച്ച് എഞ്ചിനിൽ അടിച്ചു കൊടുത്ത് ഒതന്റിക് ആണെന്ന് ഉറപ്പിച്ച് പഠിക്കാനുള്ളതാണ്. പ്രാർത്ഥനയുടെ അർത്ഥങ്ങൾ പഠിക്കാൻ ഇഷ്ടം പോലെ. അൽ അദ്കാർ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട്, ആരുണ്ടാക്കിയൊന്നും അറിയില്ല, മനസ്സിലായില്ലേ? അതിനകത്ത് നിസ്കാരത്തിന്റെ പ്രാർത്ഥന ഉണ്ട്, ജീവിതാനുഭവ പിന്നെ പല സന്ദർഭങ്ങളിലുള്ള പ്രാർത്ഥനകളുണ്ട്. ഹുസ്നുൽ മുസ്ലിം എന്നുള്ള അറബി ഗ്രന്ഥത്തിന്റെ നേർ മലയാള ട്രാൻസ്ലേഷനാണത്. ഇനി ഈ പ്രാർത്ഥനകളൊക്കെ നമുക്ക് കിട്ടും, പുസ്തകങ്ങൾ ഇഷ്ടം പോലെ കിട്ടും. കള്ളത്തരങ്ങൾ എഴുതി ചേർക്കാത്ത നേർക്കുനേരെ പിന്നെ മര്യാദക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ഇഷ്ടം പോലെ നിരവധി, മനസ്സിലായില്ലേ? അതൊക്കെ നോക്കിയിട്ട് നമ്മൾ പഠിച്ചിട്ട് നിസ്കാരം ആത്മാർത്ഥമാക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ 8ാമത്തെ കാര്യം, നമ്മൾ പ്രാർത്ഥിക്കുകയും നിസ്കരിക്കുകയും ഇബാദത്തുകൾ ചെയ്യുകയും ദിക്റും ദുആയും ഒഴുകുകയൊക്കെ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കുക, ഇതൊരു പരിമിതിയുടെ ലോകമാണ്. ഇതൊരിക്കലും സമ്പൂർണ്ണ ലോകമല്ല. ഇവിടെ ആരാ ഫുള്ള് ഹാപ്പി ആയിട്ടുള്ളത്? ഇതൊരു പരിമിതിയുടെ ലോകമാണ്. എന്നാൽ സമ്പൂർണമായ ലോകം അല്ലാഹ് ഒരുക്കി വെച്ചിട്ടുണ്ട്, അത് സ്വർഗമാണ്. ആ സ്വർഗത്തെക്കുറിച്ചുള്ള ബോധവും തിരിച്ചറിവും അതിനു വേണ്ടിയിട്ടുള്ള അധ്വാനവും നമ്മൾ നടത്തുമ്പോൾ നമുക്ക് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും. എന്താ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മൻ കാനത്തിൽ ആഖിറതു ഹമ്മുഹു ജമഅ അല്ലാഹു ശംലഹു വജഅല ഗിനാഹു ഫീ ഖൽബിഹി വഅതത്ഹു ദുനിയ വഹിയ റാഗിമ. ആരുടെയെങ്കിലും ഉദ്ദേശം പരലോകമായാൽ അവന്റെ കാര്യം അല്ലാഹു ശേഖരിച്ചു കൊടുക്കും, അവന്റെ മനസ്സിന് അല്ലാഹു ധന്യത ഇട്ടു കൊടുക്കും. ദുനിയാവ് അവനെ തേടി ഇങ്ങോട്ട് വരും. ആഖിറം ലക്ഷ്യം വെച്ച്, സ്വർഗം ലക്ഷ്യം വെച്ച് പടച്ചവൻ നമുക്ക് തന്ന ഹ്രസ്വമായ ശുഷ്കമായ കാലം. മിനിഞ്ഞാന്ന് ഞങ്ങളെ സ്കൂൾ ഗ്രൂപ്പിൽ ഒരു വീഡിയോ ഇട്ടു. ഞങ്ങളെ സ്കൂളിന്റെ തൊട്ട് അടുത്താണ് ഹൈവേ, കൊയിലാണ്ടി എടവണ്ണ ഹൈവേ. ആ ഹൈവേയിൽ ഒരു ബസ് ഒരു സ്കൂട്ടിയെ ഇടിച്ചു. ആ സ്കൂട്ടിയിലുണ്ടായിരുന്ന 3 വയസ്സുള്ള കുട്ടി മരിച്ചു. മനസ്സിലായി? ഉമ്മിമ്പാപ്പി രക്ഷപ്പെട്ടു. 3 വയസ്സുള്ള കുട്ടി ബസ്സിനടിയപ്പെട്ടിട്ടാണോ അല്ലാണ്ടാണോ എന്ന് എനിക്ക് ഉറപ്പില്ല, അത് ഉറപ്പിക്കേണ്ടതുണ്ട്. എന്തായിരുന്നാലും ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ ഇവിടുന്ന് ആബ്സെന്റ് ആവും. നമ്മളുള്ള ഗ്രൂപ്പില് നമ്മുടെ നമ്പർ ഒരു പക്ഷേ ഉണ്ടാവും, പക്ഷെ നമ്മൾ ഉണ്ടായിക്കോണമെന്നില്ല. നമ്മുടെ ആളുകളുടെ ഫോണിൽ അതിന്റെ ഗാലറിയിൽ നമ്മൾ ഉണ്ടായി എന്ന് വരാം, പക്ഷേ ഈ ഭൂമിയിൽ നമ്മൾ ഉണ്ടായിക്കോണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിനെ ദീന് കൊടുത്ത്
ദിക്ർ കൊടുത്ത് പ്രാർത്ഥന നിർവഹിച്ച് ആരാധനകൾ നിർവഹിച്ച് വേണ്ടാത്ത കാഴ്ചകളിൽ നിന്ന്, കേൾവികളിൽ നിന്ന്, ചിന്തകളിൽ നിന്ന്, പ്രവർത്തനങ്ങളിൽ നിന്ന്, കൂട്ടുകെട്ടിൽ നിന്ന്, സാഹചര്യത്തിൽ നിന്ന് എല്ലാം മാറി ശുദ്ധമാക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പരിശ്രമിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഹലാലായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിന്റെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ നിർവഹിക്കുക. ശൈത്താനിയത്തിന്റെ കൂട്ടുപിടിച്ചിട്ടുള്ള ചികിത്സാ രീതികളും മാർഗങ്ങളും ഒക്കെ നമ്മൾ ഒഴിവാക്കുക. അതൊക്കെ ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, നമുക്ക് കുറച്ചു നേരത്തിന് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്, ഒരു പിന്നെ എന്താ പറയാ, ഒരു വല്ലാത്ത ഒരു മാസ്മരിക ലോകത്തേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ റിയൽ ലൈഫിലേക്ക് തന്നെ തിരിച്ചുകൊണ്ടിരുന്ന ചില കാര്യങ്ങളൊക്കെ മനസ്സിന്റെ ആരോഗ്യം നിലനിർത്താന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ട് നടക്കുന്നുണ്ട്. അതൊക്കെ ചിക്കിളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ കണ്ടെത്തുന്ന പരിപാടികളാണ്. ഇസ്ലാമിനോളം മഹത്തരമായിട്ടുള്ള മറ്റൊരു മാർഗവും നമ്മുടെ മനസ്സിന്റെ ആരോഗ്യത്തിന് വേറെയില്ല. ആ ഇസ്ലാമിനെ പഠിക്കാനും അത് പകർത്താനും അത് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാനുമാണ് നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഖൈറും ബറക്കത്തും നമ്മിൽ വർഷിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ ഹൃദയത്തെ അല്ലാഹു ഹക്കിൽ സിറാത്തുൽ മുസ്തഖീമിൽ അല്ലാഹുവിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ വിപത്തുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. മരണം വരെ അവന്റെ ദീനിനെ മുറുകെ പിടിച്ച് യഥാർത്ഥ മുസ്ലിമായി മുഅ്മിനായി കലിമ ചൊല്ലി നെറ്റിത്തടം വിയർത്ത് സ്വർഗ്ഗക്കാരനായി മരിച്ചു പിരിയാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ജീവിതത്തിന്റെ എല്ലാ രംഗത്തും ഇസ്ലാമിന്റെ കൽപ്പനകൾ പാലിച്ച് മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഏറ്റവും നല്ല സന്തോഷമുള്ള, സമാധാനമുള്ള, കൺകുളിർമയുള്ള കുടുംബാന്തരീക്ഷം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ സമൂഹത്തിൽ നാം ഭയക്കുന്ന എല്ലാ ഫിത്നകളും അല്ലാഹു തടയിടുമാറാവട്ടെ. വർഗീയതയും വിധ്വംസകതയും വിറ്റയിച്ച് അധികാരത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന, നിയമനിർമ്മാണങ്ങൾ നടത്തുന്ന അധികാരി വർഗത്തെ അല്ലാഹു പടിയിറക്കുമാറാവട്ടെ. രാജ്യത്ത് ഐക്യവും സാഹോദര്യവും ജനാധിപത്യവും കാംക്ഷിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ഈ മഹനീയ രാജ്യത്തിന്റെ അധികാരം തിരിച്ചു നൽകുമാറാവട്ടെ. വർഗീയതയ്ക്കെതിരെയുള്ള മുന്നേറ്റങ്ങളെ അല്ലാഹു വിജയിപ്പിക്കുമാറാവട്ടെ. ഗസയിലും വെസ്റ്റ് ബാങ്കിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും കഷ്ടപ്പെടുന്ന സഹോദരങ്ങൾക്ക് അല്ലാഹു സ്വാതന്ത്ര്യവും നിർഭയത്വവും ഭക്ഷണവും സൗകര്യങ്ങളും യഥേഷ്ടം നൽകുമാറാവട്ടെ. അവരനുഭവിച്ച വേദനയ്ക്ക് പകരം അല്ലാഹു അവരെ സന്തോഷിപ്പിക്കുമാറാവട്ടെ. അവരെ കണ്ണീര് കുടിപ്പിച്ച, അവരുടെ ജീവൻ ഹനിച്ച, അവരുടെ ഭവനങ്ങളെ ധ്വംസിച്ച, അവരുടെ രാജ്യത്തെ കൈക്കലാക്കി ഒരു വംശത്തെ തന്നെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന, ആയുധങ്ങൾ വിനിയോഗിക്കുന്ന, നിഷ്കരുണം പിഞ്ചു പൈതങ്ങളെ വെടിയുതിർത്ത് കൊല ചെയ്യുന്ന, അവർക്ക് നേരെയുള്ള സഹായങ്ങളെ തടഞ്ഞുവെച്ച് അക്രമത്തിന്റെ ഒരു ഏറ്റവും മോശപ്പെട്ട രൂപം കാഴ്ചവെക്കുന്ന ഇസ്രായേലിനും അമേരിക്കക്കും കനത്ത തിരിച്ചടി അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അവർക്കും ഇതിന്റെ വേദനകളും നഷ്ടബോധവും അല്ലാഹു എത്തിക്കാണിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആയുധ ശേഖരങ്ങളെ അവരുടെ തകർച്ചയ്ക്ക് കാരണമാക്കുമാറാവട്ടെ. അവരുടെ സാമ്പത്തിക ഭദ്രത അല്ലാഹു തകർക്കുമാറാവട്ടെ. അവരുടെ സംഘശക്തി അല്ലാഹു ചിന്ന ഭിന്നമാക്കുമാറാവട്ടെ. ലോകത്തുടനീളം അല്ലാഹു സമാധാനാന്തരീക്ഷം ഊട്ടി ഉറപ്പിക്കുമാറാവട്ടെ. ശുഷ്കമായ കാലഘട്ടം പടച്ചറബിന് ഇഷ്ടപ്പെട്ട വഴിയിൽ വിനിയോഗിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ചെറുതും വലുതുമായി നമ്മിൽ സംഭവിച്ചിട്ടുള്ള നിരവധി പാപങ്ങൾ അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരട്ടെ. നമ്മിന്ന് മരിച്ചു പിരിഞ്ഞ മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, വിശ്വാസികളായ എല്ലാവർക്കും അല്ലാഹു സ്വർഗ്ഗം നൽകുമാറാവട്ടെ. അവരെയും നമ്മയും അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. മാറാ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.